ടെക്സ്റ്റൈയുടെ മറ്റു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് M8 അൺബോക്സിംഗ് ആണ്. ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറങ്ങിയിട്ട് തന്നെ അധികം നാളുകളായിട്ടുള്ളൂ. നമുക്ക് ഈ ഫോണിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് ജംബോ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഈ പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഒരു കേസിൻ്റെ കവറാണെന്ന് തോന്നുന്നു. കേസിൻ്റെ കവറും ഒക്കെ ആയിരിക്കും സാധാരണ വരാറ്, അങ്ങനെയുള്ളതാണ്. ഒരു എജക്ടർ പിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യം നമ്മൾ ആദ്യം പ്രത്യേകം പറയാനുണ്ട്. കാരണം ഇതിന് ഒരു ഇയർഫോൺ ജാക്കോ അങ്ങനെയൊന്നുമില്ല. അതിന് വരായിട്ടൊരു കൺവേർട്ടറാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ ക്വിക്ക് ഗൈഡും പിന്നെ ഒരു കേസുമാണ് തന്നിരിക്കുന്നത്. തൽക്കാലം നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ വരുന്ന ഫോണാണ്. എന്തൊക്കെ ആക്സസറീസ് നമുക്ക് തന്നിരിക്കാൻ നോക്കാം. 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് കൊടുത്തിരുന്നുണ്ട്. വരെ ഇച്ചിരി പാടാണ്. ഓക്കെ, വന്നു. 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരു ടൈപ്പ് സി കേബിളും നമുക്കിത് ലഭിക്കുന്നുണ്ട്. ഇത്രയും മാത്രമാണ് നമുക്ക് ആക്സസറീസായിട്ട് ഇതിലൂടെ കിട്ടുന്നത്. നമുക്ക് നേരെ ഫീച്ചേഴ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. എമ്മയുടെ ഒരു ബ്രാൻഡിങ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ 5G ആണ് നമുക്ക് കണക്ടിവിറ്റി വരുന്നത് കേട്ടോ. MIUI 11. ഫോൺ ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കിൻ്റെ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേയിലേക്ക് പോകാം. നല്ല സ്റ്റൈലിഷ് ആയ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6.67 ഇഞ്ചസിൽ ഫുൾ HD ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഫുൾ സ്ക്രീൻ AMOLED ഡിസ്പ്ലേ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 19:5:9 ആസ്പെക്ട് റേഷ്യോയിൽ 3D കേർഡ് ഗ്ലാസ് ആണ് ഡിസ്പ്ലേയുടെ ഭംഗി കൂട്ടുന്നത്. ചെറിയൊരു പഞ്ച് ഹോൾ ക്യാമറ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കൂടിയൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിന് ഉള്ളത്. ഷവോമി ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബ്രൈറ്റ്നസ് കൂടിയ ഒരു ഫോൺ ആണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. 90 Hz റിഫ്രഷ് റേറ്റും 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു പവർഫുള്ളായ ഒരു ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് അൺലോക്ക് ആക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ലൊരു സ്പീഡിൽ തന്നെ നമുക്കിത് അൺലോക്ക് ആക്കാൻ കഴിയുന്നുണ്ട്. മുകളിലും താഴെയുമായി നല്ല അടിപൊളി പവർഫുൾ സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ 208 ഗ്രാമാണ് വരുന്നത്. അല്പം ഭാരക്കൂടുതൽ നമുക്ക് ഇതിൽ അനുഭവപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇത്രയേറെ പെർഫോമൻസ് നമുക്ക് തരുന്നത് കൊണ്ടും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ളത് കൊണ്ടും ഇതൊരു പോരായ്മയായി പറയാൻ കഴിയില്ല. ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5G കണക്ടിവിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയ Wi-Fi 6ഉം ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ബ്ലൂടൂത്ത് 5ഉം അങ്ങനെ NFC അടക്കമുള്ള സൗകര്യങ്ങളും നമുക്കിവിടെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. Snapdragon 865 ആണ് പ്രൊസസ്സർ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പവർഫുൾ പ്രൊസസ്സർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. LPDDR5 ഏറ്റവും മികച്ച റാമും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UFS 3.0 എന്ന മികച്ച ഒരു സ്റ്റോറേജ് സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മറ്റേതൊരു ബ്രാൻഡിനെക്കാട്ടിലും ഒരുപടി മുന്നിൽ എത്തിക്കാൻ ഷവോമി ശ്രദ്ധിച്ചിട്ടുണ്ട്.
ഈ ഫോണിൻ്റെ ഏറ്റവും മികച്ച പ്രത്യേകത ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. ഷവോമി സീരീസ് ഫോണുകൾ ക്യാമറയ്ക്ക് എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്ന രീതിയിലാണ് ഫോണുകൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ 108 MP ക്യാമറയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ 8K വീഡിയോകൾ വരെ ഷൂട്ട് ചെയ്യാനാകും. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അടുത്തതായി നോക്കിക്കഴിഞ്ഞാൽ ഒരു 13 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകുകയാണെങ്കിൽ 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 120 FPS സ്ലോ മോഷൻ വീഡിയോകളും പോർട്രേറ്റ് വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് വീഡിയോകൾ എടുക്കാനുള്ള സംവിധാനങ്ങളും നൽകിയിരിക്കുന്നു. നമുക്കിനി ബാറ്ററി സൈഡിലേക്ക് പോകാം. 4780 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് പ്രതീക്ഷിക്കാം. വയേർഡ് ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങുമായി 30 വാട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. 10 വാട്ടിൻ്റെ വയർലെസ് റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോൺ 2 കളറുകളിലാണ് വരുന്നത്. കോറൽ ഗ്രീനും ട്വിലൈറ്റ് ഗ്രേ കളറിലുമാണ് ഈ ഫോൺ ലഭ്യമാകുന്നത്. അറ്റ് ലാസ്റ്റ് നമുക്കിതിൻ്റെ പ്രൈസിങ്ങിലേക്ക് നോക്കാം. 8GB റാം 128GB സ്റ്റോറേജിന് 50,000 രൂപയും 8GB റാം 256GB സ്റ്റോറേജിന് 55,000 രൂപയുമാണ് വരുന്നത്. Mi 10ന് എതിരാളിയായി OnePlus 8 Pro ആണ് വരുന്നത്. ഇരു ഫോണിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കോമ്പറ്റീറ്റേഴ്സാണ് ഇരുവരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജംബോ ഇലക്ട്രോണിക്സ് ആണ്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കോൺടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് മീ അമൽ സൈനിങ് ഓഫ്.